പട്ടണങ്ങളിൽ വസിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണെന്ന പൊതുവിലൊരു ചിന്ത. കാരണം ഒരുപാട് സൗകര്യങ്ങളുള്ളിലൊക്കെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നുണ്ടാവുക. പട്ടണത്തിൽ ജീവിക്കുന്നവർ, വലിയ വലിയ സിറ്റികളിൽ ജീവിക്കുന്നവർ, എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് വളരുന്നവരും ജീവിക്കുന്നവരാണെന്നൊക്കെയാണ് ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ടൗണിൽ ജീവിക്കുന്നവരോ? ഈ സിറ്റിയും ടൗണും തമ്മിൽ എന്താണ് വ്യത്യാസം? പലപ്പോഴും നമ്മുടെ മുന്നെത്തിപ്പെടാത്ത വാക്കുകളാണ് സിറ്റി എന്നും ടൗൺ എന്നും. ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം നമ്മൾ ചിന്തിച്ച പോലെ തന്നെ അതിൻ്റെ സൈസിലാണ് അതിൻ്റെ ടെക്നിക്ക്. വലിയ ഒരു പട്ടണത്തെ സിറ്റി എന്നും താരതമ്യേന ചെറിയ ഒരു പട്ടണത്തെ ടൗൺ എന്നുമാണ് നാം വ്യത്യാസം കൊണ്ട് വിവക്ഷിക്കുക. വലിയ പട്ടണമെന്ന് പറഞ്ഞാൽ മെട്രോ സിറ്റീസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 10 ലക്ഷം ആളുകളിൽ മുകളിൽ താമസിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല അതിൻ്റെ ഭരണ സംവിധാനവും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അഥവാ അതോറിറ്റികൾ ഒരുക്കുന്ന സൗകര്യങ്ങളുടെ രീതിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഭരണപരമായ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള മേജർ സിറ്റികളുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ടാണ് പരിഗണിക്കേണ്ടാവുക. ഇന്ത്യയിൽ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കൂടാതെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സംവിധാനം കൂടി ഉണ്ട്. മുംബൈയൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അപ്പോൾ വലിയ വലിയ സിറ്റികളെയാണ് സിറ്റികളായിട്ട് നമ്മൾ പറയുക. താരതമ്യേന ചെറിയ ജംഗ്ഷനുകളും അത്യാവശ്യം ആളുകൾ താമസിക്കുന്ന അത്ര വലിപ്പമില്ലാത്ത ചെറിയ എന്താ പറയുക, ഈ വില്ലേജ് അല്ലാത്ത കുറച്ചുകൂടി താമസവും വണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് ടൗൺ എന്നുമാണ് പറയുക. അപ്പോൾ സിറ്റിയും ടൗണും തമ്മിൽ മാറിപ്പോകേണ്ട. സിറ്റി വലുതാണ്, ടൗൺ ചെറുതാണ്. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. കൃത്യമായിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാൽ സംസാരം ശുദ്ധമാവും, നമ്മുടെ വാക്കുകൾ കൃത്യമാവും. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അടുത്ത തവണ മറ്റു 2 വാക്കുകളുടെ വ്യത്യാസങ്ങളുമായി തിരിച്ചു വരുന്നവരെ